അതേസമയം തന്നെ വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. കഴിഞ്ഞ 27 ദിവസങ്ങളായി സംസ്ഥാന സർക്കാരിനോട് നീതി വേണമെന്നാവശ്യപ്പെട്ട് ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശമാർ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതാ നെറ്റ്വർക്കുകളിൽ ഒന്നായിരിക്കും. പലതരത്തിലുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ട് ഈ സമരത്തിന് എതിരായിട്ട്. പക്ഷെ അപ്പോഴും 27 എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ്. ഈ ഒരു മാസം ഇങ്ങനെ സമരം തുടർച്ചയായിട്ട് നടത്താൻ കഴിയുന്നത് അതൊരു സ്ത്രീ കൂട്ടായ്മ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു നിശ്ചയദാർഢ്യത്തിൽ ഇത്രയും വലിയ ആരോപണം ഉണ്ടായാലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് കാണിക്കുന്ന ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ, അത് അംഗീകരിക്കാതെ പറ്റില്ല. അതാണ്, ഇത് രണ്ട് ചിത്രങ്ങളാണ്. ഒരു വശത്ത് നമ്മളിപ്പോൾ കണ്ട ഈ നേതാക്കൾ തുല്യതയ്ക്ക് വേണ്ടി പോരാടുന്നവരാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ്. പക്ഷെ അതിന്റെ നേരെ മറുവശത്താണ് ഈ ആശമാരുടെ പോരാട്ടം നടക്കുന്നത്. ഇന്ന് അവരുടെ മഹാസംഗമം കൂടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അങ്ങനെ ഒരു മഹാസംഗമം നടന്നിരുന്നു. ഇന്ന് വീണ്ടും അവരൊരു വനിതാ ദിനത്തിൽ മഹാസംഗമത്തിലേക്ക് പോവുകയാണ്. അനുശ്രീ കളപ്പുരയ്ക്കലാണ് നമ്മളോടൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ചേരുന്നത്. അനുശ്രീ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിമൻസ് ഡേ. പക്ഷെ നമ്മൾ ആ കാണുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവർക്കത് അത്ര ഹാപ്പി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം അപർണ പറഞ്ഞതുപോലെ 28 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു വലിയ സർക്കിളാണ്. 28 ദിവസത്തിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്. അതിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ സ്ത്രീകളുണ്ട്. പക്ഷെ അപ്പോഴും അവർ പോരാട്ടത്തിലാണ്. ആ വീര്യത്തിന് ഒട്ടും കുറവില്ല. നമുക്ക് അവരോട് സംസാരിക്കാം. ഇന്നൊരു മഹാസംഗമമൊക്കെ നടക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇന്നത്തെ അവരുടെ പരിപാടികളൊക്കെ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ വിമൻസ് ഡേ വിഷസ് അറിയിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ഇവരിപ്പോൾ സമരം 28 ദിവസം പിന്നിടുകയാണ്. അപ്പോഴും നമ്മളൊക്കെ ആഘോഷിക്കുന്നത് പോലെ വിമൻസ് ഡേ ആഘോഷിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഇവരൊന്നും. കാരണം ഇത്രയും ദിവസം വെയിലും മഴയും എല്ലാം കൊണ്ട് ഇവിടെ ഇരുന്ന് സമരം ചെയ്യുന്ന, അത് മാത്രമല്ല പുരുഷന്മാരില്ലാതെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ആദ്യത്തെ സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരുടെ സമരത്തെ വിശേഷിപ്പിക്കാം. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. ചേച്ചി, ഇപ്പൊ സമരം 27 ദിവസം പിന്നിടുകയാണ്. ഇത്രയും ദിവസം ഇവിടെ വെയിലും മഴയൊക്കെ കൊണ്ട് നിങ്ങൾ ഇരുന്നു. വെയിലും മഴയും എല്ലാം തരണം ചെയ്താണ് ഫീൽഡ് വർക്ക് ചെയ്യണത്. 18 വർഷം കൊണ്ട് വെയിലും മഴയും എല്ലാം നമ്മളെ കൂടെ ഉള്ളതാണ്. ആ കൂട്ടത്ത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊരു പ്രശ്നമല്ല. നമ്മുടെ കാര്യം നേടിയെടുക്കുന്നത് വരെ വെയിലായാലും മഴയായാലും തീയായാലും നമ്മളിവിടെ ഇരിക്കും. നമുക്ക് ഇന്നൊരു വനിതാ ദിനമാണ്. നമ്മുടെ മന്ത്രി എന്ന് പറയുന്ന ഒരു വനിതയാണ്. ആ വനിത ഇന്നെങ്കിലും ഈ വനിതാ ദിനത്തിൽ ഈ ആശമാരോട് കണ്ണ് തുറക്കണം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇന്ന് നമ്മൾ ഈ വേദിയിൽ ഇരിക്കുന്ന മൊത്തം ജില്ലയിലുള്ള വനിതാ ആശമാർ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വനിതാ ദിനം ആചരിക്കുന്നത് ഈ ആശമാരുടെ ഒരു ദിനം പോലെ ഇന്നിവിടെ ഞങ്ങൾ ആചരിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നെങ്കിലും അവർ നേടി നമുക്ക് ഒരു ആശ്വാസ വാക്ക് തന്ന് ഈ വനിതാ ദിനത്തിൽ പറഞ്ഞു വിടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ സമരം ചെയ്തപ്പോൾ നിങ്ങളുടെ ഫുഡ്, മറ്റ് പ്രാഥമിക കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു നടന്നത്? പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂണിയൻ തന്നെ അതിനൊരു റൂം എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കുറെ പേര് സ്പോൺസർ ചെയ്ത് നമ്മുടെ ഫുഡ് ഇവിടെ വയ്ക്കുന്നതുകൊണ്ട്, വെളിയിൽ വച്ച് കൊണ്ടുതരുന്നുണ്ട്, സ്പോൺസർ ചെയ്ത് കൊണ്ടുതരുന്നുണ്ട്. നമുക്ക് ഫുഡൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ ഫുഡെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ പ്രശ്നം. ഈ ആവശ്യം നേടിത്തരിക. ഇനി എത്ര മാസമല്ല എത്ര വർഷമായാലും ഞങ്ങൾ ഇവിടെ ഇരിക്കും. എന്ത് ഭീഷണി വന്നാലും ഇവിടെ ഇരിക്കും. നമുക്ക് നമ്മുടെ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്. ഒരു 232 രൂപ കൊണ്ട് 18 വർഷം കൊണ്ട് ഞങ്ങൾ ജോലി ചെയ്തപ്പോഴാണ് ഈ 232 രൂപ ആയത്. ഈ 232 രൂപ കൊണ്ട് ഈ സംസ്ഥാനത്ത് ഏറ്റവും സാധനങ്ങൾക്ക് വില കൂടി കിടക്കുന്ന സമയത്ത് എന്ത് സാധനം വാങ്ങിച്ചാലും ഇവിടെ ഒരു GST അതിൽ വരണുണ്ട്. അത് നമ്മളെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത്. എത്രയോ സ്റ്റാഫുകൾ, എത്രയോ ഗവൺമെന്റ് സ്റ്റാഫുകൾ നമ്മൾ 10ാം ക്ലാസ് പാസ്സായവരാണ് ആശമാരായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വെറും കുട്ടികളുടെയും ഗർഭിണികളുടെയും കാര്യം മാത്രം നിങ്ങൾ അത് വീടാന്തരം കയറി ഇറങ്ങണമെന്ന് പോലും അപ്പോഴും പറഞ്ഞിട്ടില്ല. ആ 2 ജോലിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പൊ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളെ നോക്കണം, കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ എടുക്കണം, കിടപ്പ് രോഗികളെ നോക്കണം. ഒരു ദേശത്ത് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഫീൽഡിൽ അന്ന് രാവിലെ ഇറങ്ങിയിരിക്കണം. 7 മണിയെങ്കിൽ 7 മണി. ആശമാര് 3 ആശമാരോ ആ ഏരിയയിലുള്ള ആശമാരോ വീടാന്തരം 50 വീട് വിസിറ്റ് ചെയ്ത് ഞങ്ങൾ ആ ഒരു വീട്ടിന്റെ പരിസരത്തുള്ള ചിരട്ട, മുട്ടത്തോട്, കുപ്പിയുടെ അടപ്പ് എന്തുണ്ടെങ്കിലും നമ്മൾ മാറ്റണം. പൂത്താടിയെ മാറ്റി കൊടുക്കണം. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്ന അതിനൊന്നും ഞങ്ങൾക്ക് 1 രൂപ പോലും ഇല്ല. അതിനെ പറയുന്ന SR വർക്ക്, സോഴ്സ് റിഡക്ഷൻ വർക്ക് എന്നാണ് നമുക്ക് പറഞ്ഞു തരണം. അതിനൊന്നും ഞങ്ങൾക്കായിട്ട് 1 രൂപ തരുന്നില്ല. ക്ലോറിനേഷൻ നടത്തുന്നു.
75 പൈസക്കാണ് ഞങ്ങൾ ക്ലോറിനേഷൻ നടത്തുന്നത്. അതിപ്പോ 1 രൂപയായി. അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, വർഷങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങൾ ക്ലോറിനേഷൻ ചെയ്തേ പറ്റൂ. മഞ്ഞപ്പിത്തമെന്നും എലിപ്പനിയെന്നും ഇപ്പൊ മഴ സമയത്ത് ഞങ്ങൾക്ക് ഡോക്സി ഗുളിക വരെ ഞങ്ങളായിട്ട് കൊടുപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാ ജോലി അവരെന്ത് ജോലി പറയുന്നു അതെല്ലാം ഞങ്ങൾ ചെയ്യണുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളുടെ ചോദിക്കുന്ന പൈസ ഞങ്ങൾക്ക് തരുന്നില്ല? ഞങ്ങൾ അനാവശ്യമായിട്ട് ദൂർത്തടിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ 1 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ കാണൂല. 50 വീട് വിസിറ്റ് ചെയ്ത് ഞങ്ങൾ കയറുമ്പോൾ 1 മണി 2 മണി. അപ്പോൾ ഞങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഞങ്ങൾ കയ്യിൽ നിന്ന് കൊണ്ടുപോകണം പൈസ, ഇല്ലെങ്കിൽ ഞങ്ങൾ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകണം. ആ അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത്. 18 വർഷം ജോലി ചെയ്യുന്ന ആശയ്ക്ക് 1 രൂപ പോലും അവർക്ക് കൂട്ടിത്തരുന്നത്. ഞങ്ങൾ ഇപ്പോഴല്ലേ ഈ ആവശ്യം വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താണ് അവർ നേടിത്തരുന്നത്? ഞങ്ങളെ വിട്ട് എല്ലാ വർക്കുകളും ചെയ്യിക്കുന്നല്ല. ഈ വർക്കെല്ലാം ചെയ്യുന്നത് എല്ലാം ഗവൺമെന്റിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും. ഞങ്ങൾ അതിനുള്ള പ്രതിഫലം ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് സ്റ്റാഫിന് കൊടുക്കണേക്കാളും 2 ഇരട്ടി ശമ്പളം തന്നാൽ ഞങ്ങൾക്ക് മുതലാവില്ല. അതുപോലെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ 3 നേരം ഫുഡൊക്കെ വേണമല്ലോ, അതൊക്കെ എങ്ങനെയാ? അതിവിടെ ഉച്ചയ്ക്കുള്ളത് കഞ്ഞി ഇവിടെ വയ്ക്കുന്നുണ്ട്, കാപ്പി അവർ കൊണ്ടുവരുന്നുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്നതും പിന്നെ കുറച്ച് ഞങ്ങൾ അവരെ കയ്യിൽ നിന്നൊക്കെ ചിലവാകുന്നുണ്ട്. ഒരുപാട് പൈസ ഞങ്ങൾ രാവിലെ വരുന്നുണ്ട്, രാത്രി മൊത്തവും ഇവിടെ കിടക്കുന്നവരാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാ കാര്യങ്ങളും CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഒരു സമയമാണ്. അവിടെ ഇപ്പോൾ വനിതാ നേതാക്കളൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ അവര് തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നാണ് പറയുന്നത്. ആ നേതാക്കളോട് സംസ്ഥാന സമ്മേളനം നടക്കുകയാണല്ലോ, ആ നേതാക്കളൊക്കെ ഇവരുടെ സമരത്തെയൊക്കെ പലപ്പോഴും പുച്ഛിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ നേതാക്കളോട് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കൂ. അതുപോലെ അതെ ശ്രീജ, CPM സമ്മേളനം നടക്കുന്നിടത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അവർ പറയുന്നത്. അതിലെന്താണ് പ്രതികരിക്കുക? എന്തിനവരിങ്ങനെ പറയണമെന്നാണ് മനസ്സിലാവാത്തത്. സ്ത്രീകളെ കൊണ്ടുവന്ന് ഈ നട്ട വെയിലത്തും ഈ പെരുമഴയത്തും ഒരു കുട പോലും പിടിച്ചിരിക്കുക അല്ലെങ്കിൽ തയ്യാറപ്പ് കെട്ടി ഇരുന്നതിനെ അഴിച്ചു മാറ്റിച്ച് അവര് സ്ത്രീകളെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാ ഉള്ളത് അവർക്ക്? എന്തിനാ അവരത് പറയുന്നത്? പറയാൻ അവർക്ക് നാണമില്ലേ? എന്തിനാ അവരങ്ങനെ പറയുന്നത്? സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ ഇരുത്തോ? ഒരു ആരോഗ്യമന്ത്രി സ്ത്രീയല്ലേ? എത്രയും എന്തോ ഈഗോയുടെ പേരിലാണ് നമ്മളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ അവർക്ക് എന്താ കഴിയണമെന്ന് വെച്ചാൽ അവർക്ക് പറയാമല്ലോ. അതുപോലും പറയാതെ അവരുടെ പാർട്ടി ചെയ്തപ്പോൾ കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ ചെയ്താൽ തരൂല എന്നുള്ളൊരു വാശിയാണെന്നാണ് നമുക്ക് മനസ്സിലാവണതില്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു അവർക്ക് ആവശ്യമാണ്, അവർക്ക് അത് അംഗീകരിച്ച് കൊടുക്കണമെന്ന്. പിന്നെ എന്തുകൊണ്ട് ഭരണ സമിതിക്ക് മാത്രം അത് മനസ്സിലാവണില്ല? ഈ മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ട് എന്താണെന്നെങ്കിലും ഒന്ന് ചോദിച്ചു? എവിടെയെങ്കിലും അതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും സംസാരിച്ചോ? ഇത്രയും നാളായിട്ട് ഈ പാവപ്പെട്ട അമ്മമാർ ഇത്രയും കാലം അതായത് ഇത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കണ്ണീര് കാണാതെ ഇവർ എന്തിനാണ് ഇങ്ങനെ വനിതകളെ ഇന്ന് എവിടെ പരിപാടി നടത്തിയിട്ട് അവർക്ക് ഒരു കാര്യവുമില്ല. അവരത് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും. ഈ വനിതകളുടെ കണ്ണീര് കണ്ടിട്ട് അവരത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ശ്രീജ ഇവർക്ക് പറയാനുള്ളത്. കാരണം സർക്കാർ വരെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. നമുക്കറിയാം, കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ഭയപ്പെട്ട് വീട്ടിനുള്ളിലിരുന്ന സമയത്ത് പോലും നമ്മുടെ എല്ലാവരെയും ആരോഗ്യ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന, രാവും പകലുമില്ലാതെ നമുക്കൊപ്പം നിന്നിരുന്ന ആളുകളാണ് ആശമാർ എന്ന് പറയുന്നത്. അവർക്കാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരൊക്കെ ഓരോ കുടുംബത്തിന്റെ നെടുന്തൂണുകളും കൂടിയാണ് അല്ലേ? ഇത് ഈ കേരളത്തിലെ 2 മുഖമാണ്. അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇത് യഥാർത്ഥ ദിശയിലല്ല പോകുന്നത് എന്ന് പറയുന്നതിൽ വനിതാ നേതാക്കന്മാർ, ഭരണപക്ഷത്തെ വനിതാ നേതാക്കന്മാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് അതെന്ത് ആണെങ്കിലും 30 ദിവസത്തോളം ഒരു സ്ത്രീകൾ ഈ സമരമുഖത്താണല്ലോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അത് ഏത് തരത്തിലുള്ള അജണ്ടയുണ്ടെന്ന് ഒരു വശത്ത് ആക്ഷേപിച്ചാൽ പോലും ഇതിനൊരു സമവായം കണ്ടെത്തണം. 1 മാസത്തിനപ്പുറത്തേക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കലൊക്കെ ഇത്രയേറെ സ്ത്രീകൾ ഇരിക്കുക എന്ന് പറയുന്നത് അതെന്ത് അജണ്ടയുണ്ടെന്ന് ആക്ഷേപിച്ചാൽ പോലും ഈ രീതിയിലല്ല ഈ സമരത്തിന്റെ ചിത്രം കേരളം. അവരെ മാന്യമായി തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടത് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം. രാഷ്ട്രീയപരമായിട്ടൊരു ഹൈജാക്കിംഗ് ഉണ്ട് എന്ന ആരോപണം ഭരണപക്ഷത്തുണ്ടെങ്കിൽ അത് അങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു അവസരം എന്തിനാണ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അതും ഇടപെട്ടാണ്, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ ഇടപെട്ടാണ് അത് പരിഹാരം ഉണ്ടാക്കേണ്ടത്. എന്തായാലും ആ ആശമാർ എത്രയും പെട്ടെന്ന് അവരവരുടെ വീടുകളിലേക്ക്, അവരവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതാണ്. അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുമുണ്ട്, പൊതുസമൂഹത്തിനുമുണ്ട്. ആ രീതിയിൽ അവർ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് അവർക്ക് മടങ്ങിപ്പോകാനാകട്ടെ എന്ന് നമുക്ക് ഈ വനിതാ ദിനത്തിൽ പ്രത്യാശിക്കാം.